ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡിഫറൻസ് ഓഫ് മോഡ് ആൻഡ് മീഡിയൻ ഓഫ് എ ഡാറ്റ ഈസ് 24, then the difference of median and mean. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് മിക്കവർക്കും അറിയാത്തൊരു പ്രോബ്ലമാണ്. മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടൊരു ഫോർമുലയുണ്ട്. അതറിയില്ലെങ്കിൽ ഒന്ന് ബൈ ഹാർട്ടാക്കി വെച്ചേക്ക്. മിക്കവർക്കും അറിയാത്തൊരു ഫോർമുലയാണത്. ശ്രദ്ധിച്ച് കേൾക്കാം. മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നും കണക്ട് ചെയ്ത് വരുന്ന ഫോർമുല ഇതാണ്. മോഡ് ഈക്വൽ ടു ഒരു അപ്രോക്സിമേഷൻ ആണിത്. ഈ ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കാം. മോഡ് ഈക്വൽ ടു 3 ടൈംസ് മീഡിയൻ മൈനസ് 2 ടൈംസ് മീൻ. ഇതിങ്ങനെ തന്നെ വായിച്ച് ബൈ ഹാർട്ടാക്കി വെക്കണം. മോഡ് ഈക്വൽ ടു 3 ടൈംസ് മീഡിയൻ മൈനസ് 2 ടൈംസ് മീൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മോഡ് ആൻഡ് മീഡിയൻ ഓഫ് എ ഡാറ്റ ഈസ് 24. മോഡ് മൈനസ് മീഡിയൻ 24 ആണ് അല്ലേ? ശരിയല്ലേ? മോഡ് മൈനസ് മീഡിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് മൈനസ് മീഡിയൻ 24 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മീഡിയൻ ആൻഡ് മീൻ ആണ്. ഒരു കാര്യം ചെയ്യേ, മോഡ് മൈനസ് മീഡിയൻ ആണല്ലേ, രണ്ട് സൈഡിലൊരു മീഡിയൻ മൈനസ് ചെയ്താലോ? ലെഫ്റ്റ് സൈഡിൽ ഞാൻ മീഡിയൻ മൈനസ് ചെയ്തു, ഒരു മീഡിയൻ മൈനസ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലും ഞാൻ മീഡിയൻ മൈനസ് ചെയ്യണം. ഞാൻ സിമ്പിൾ ഒന്നുകൂടി ഉപയോഗിക്കുന്നില്ല തൽക്കാലം. ഞാൻ ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ ഞാൻ മീഡിയൻ മൈനസ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ മീഡിയൻ മൈനസ് ചെയ്തു. മോഡ് ഈക്വൽ ടു ദിസ് വൺ. ഇതൊരു ഫോർമുലയാണല്ലോ. ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു മീഡിയൻ മൈനസ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലും മീഡിയൻ മൈനസ് ചെയ്തു. കാരണം മോഡ് മൈനസ് മീഡിയൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ 24. ശരിയല്ലേ? അപ്പോൾ മോഡ് മൈനസ് മീഡിയൻ 24 ആണ്. റൈറ്റ് സൈഡിൽ എന്ത് വരും? ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. 3 മീഡിയൻ മൈനസ് മീഡിയൻ. അതെന്താ? 3 മീഡിയൻ മൈനസ് മീഡിയൻ വിൽ ബി 2 ടൈംസ് മീഡിയൻ മൈനസ് 2 ടൈംസ് മീൻ. റൈറ്റ് സൈഡിൽ 2 ടൈംസ് കോമൺ ആണ് അല്ലേ? റൈറ്റ് സൈഡിൽ 2 കോമൺ ആണ്. സോ 2 ടൈംസ് മീഡിയൻ മൈനസ് മീൻ ഈസ് ഈക്വൽ ടു 24. 2 റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ? സോ മീഡിയൻ മൈനസ് മീൻ, ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. 24/2 12 ആണ് ആൻസർ. ഓക്കെ.